ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതത്തിലായ കെ ഹർഷിന വീണ്ടും സമരരംഗത്ത്. വൈദ്യുതി മേഖലയിൽ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കടലുണ്ടിയിൽ പ്രവാസി കൂട്ടായ്മയായ കടലുണ്ടി ഗ്ലോബൽ മീറ്റ്സ് കുടുംബ സംഗമം നടത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ വിൽപ്പനശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ വിൽപ്പനശാല മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. റെഡിമെയ്ഡ് വസ്ത്ര വിപണന മേഖലയിലെ KSTCയുടെ ആദ്യ സംരംഭമായ വിൽപ്പനശാല റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് അംബേദ്കർ ബിൽഡിംഗിലെ 1ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കേരളത്തിലെ വസ്ത്രനിർമ്മാണ മേഖലയിലുള്ള മറ്റ് പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൽപ്പനശാല ആരംഭിച്ചത്. KSTCയുടെ സ്വന്തം നെയ്ത്തുശാലയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ മിതമായ വിലയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതുകൂടാതെ KSOP നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം KSOP വഴി ലഭ്യമാണ്. അവിടെ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങളും KSOP വഴി ലഭ്യമാണ്. ഇപ്പോൾ ഇവിടെ MD പറഞ്ഞത് ഓട്ടോറിക്ഷ, കോഴിക്കോട് ഓട്ടോറിക്ഷ വളരെ പ്രസിദ്ധമാണല്ലോ. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോ വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ളത് അഭിരുചികൾക്കനുസരിച്ച് ഒരുക്കാൻ കഴിയണം. പുതിയ പുതിയ ഡിസൈൻ വേണം, അല്ലെങ്കിൽ ആ പഴയ ഡിസൈനിൽ തന്നെ ആളുകൾ തൃപ്തിപ്പെടും. പുതിയത് കാണുമ്പോഴാണോ ഇതുകൂടി തിരക്കേടില്ലല്ലോ എന്ന് തോന്നുക. ആ രൂപത്തിൽ മുന്നേറാൻ കഴിയട്ടെ. ഇതാദ്യത്തെ വിൽപ്പനശാലയാണ്. ഇതിന്റെ പെർഫോമൻസ് പോലെ ആയിരിക്കും ഭാവി നിൽക്കുന്നത്. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. KSTC ചെയർമാൻ R. വത്സൻ, KSTC മാനേജിംഗ് ഡയറക്ടർ സുകുമാർ അരുണാചലം, ടെക്സ്ഫെഡ് ചെയർമാൻ PK മുകുന്ദൻ, KSTC ബോർഡ് അംഗങ്ങൾ MR രാജൻ, T. ഭാസ്കരൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതത്തിലായ കെ ഹർഷിന വീണ്ടും സമരരംഗത്ത്. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. നീതി നൽകൂ, നീതി നൽകൂ, നീതി നൽകൂ, നീതി നൽകൂ, നീതി നൽകൂ, നീതി നൽകൂ, ഹർഷിനക്ക് നീതി നൽകൂ, ഹർഷിനക്ക് നീതി നൽകൂ, ഹർഷിനക്ക് നീതി നൽകൂ, ഹർഷിനക്ക് നീതി നൽകൂ. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതത്തിലായ പന്തീരങ്കാവ് സ്വദേശി കെ ഹർഷിന വീണ്ടും സമരരംഗത്ത്. കളക്ടറേറ്റിന് മുന്നിലാണ് വൈകുന്ന നീതി അനീതിയാണ് എന്ന മുദ്രാവാക്യവുമായി ഹർഷിനയ്ക്കായി സമരസമിതി സത്യാഗ്രഹ സമരം തുടങ്ങിയത്. 3 വർഷം മുൻപാണ് ശസ്ത്രക്രിയ നടത്തി കത്രിക വയറ്റിൽ നിന്നെടുത്തത്. സർക്കാരും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും നീതി നടപ്പാക്കിയിട്ടില്ല. റിപ്പോർട്ട് വരട്ടെ, നടപടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ ആരോഗ്യമന്ത്രിയെ പിന്നീട് കണ്ടിട്ടില്ല. പോലീസ് ആത്മാർത്ഥതയോടെ കേസിൽ ഇടപെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടും നീതി നടപ്പാക്കാത്തതാണ് സമരസമിതിയെ വീണ്ടും രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. നഷ്ടപരിഹാരത്തിനുള്ള നിയമപോരാട്ടം തുടരും.
കേസിലെ സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഹർഷിന പറഞ്ഞു. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഹർഷിന ആവശ്യപ്പെടുന്നത് നീതി നടപ്പാക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ട് നീതി നടപ്പാക്കണമെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ സുമോട്ടോ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി പ്രിയപ്പെട്ട സഹോദരിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. ആ ജുഡീഷ്യറിയുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി എത്തുന്ന നീതി ദേശമാണ്. സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, വുമൺ ജസ്റ്റിസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക കൊയിലാണ്ടി, KPCC അംഗം K രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൗസിയ അസീസ്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സുബൈദ കക്കോടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് ചെറുവണ്ണൂരിൽ വൈദ്യുതി വികസന സെമിനാർ നടത്തി. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖലയിൽ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുവെ ഇപ്പോ പെട്ടെന്ന് അപകടവും പ്രശ്നവും ഒക്കെ ഉണ്ടാകുമ്പോൾ KSEB ജീവനക്കാരുടെ സമയം പൊതുവെ ആളുകൾ കാണുന്നില്ല. ഇവിടെ നിന്ന് അധികം ദൂരമല്ലാത്ത അരീക്കാട് നമ്മുടെ ട്രെയിൻ യാത്ര തടസ്സപ്പെടുന്ന നിലയിലേക്ക് 1 മാസം 1.5 മാസം കാറ്റടിച്ച് മരങ്ങളും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. രാത്രി എല്ലാവരും അത് നീക്കാൻ വേണ്ടി നോക്കുന്നു. ഉറങ്ങാതെ പൂർണ്ണമായി നിന്നുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോയത് ഒരു വകുപ്പ് KSEB ആണ്. അതിന്റെ ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ വീഴ്ച അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ചു. ഇതാണ് ഈ മേഖലയുടെ സ്ഥിതി എന്ന് വളരെ ബോധവും ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ LDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും, വളരെ പോസിറ്റീവായി മേഖലയെ കാണുന്നതിന് പകരം വളരെ നെഗറ്റീവ് അപ്രോച്ചോടുകൂടി ഇതിനെ സമീപിക്കുന്ന സ്ഥിതി. ഇത് നമുക്ക് തിരുത്താൻ പൊതുവെ സാധിക്കണം. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PC രാജൻ അധ്യക്ഷത വഹിച്ചു. EEFI കേന്ദ്ര സമിതി അംഗം ഡോക്ടർ MG സുരേഷ് കുമാർ മോഡറേറ്ററായി. വടകര ഏരിയ പ്രസിഡന്റ് A വിജയകുമാർ വിഷയാവതരണം നടത്തി. രാമനാട്ടുകര നഗരസഭാധ്യക്ഷ VM പുഷ്പ, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ, വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK പ്രമോദ്, ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് കൺവീനർ ബോസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടലുണ്ടിയിൽ പ്രവാസി കൂട്ടായ്മ കടലുണ്ടി ഗ്ലോബൽ മീറ്റ്സ് കുടുംബ സംഗമം നടത്തി. മുതിർന്ന പ്രവാസികളെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ആദരിച്ചും സംഗീത പരിപാടി ഒരുക്കിയും സംഘടിപ്പിച്ച സംഗമം അവിസ്മരണീയമായി. കടലുണ്ടി കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കുചേർന്ന സൗഹൃദ സംഗമം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ V ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തുണ്ടായിരുന്ന ഒരു പ്രയാസങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് KGM എങ്ങനെയാണ് അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമകൾ നിർവഹിച്ചത് എന്നുള്ളത് അവിടുന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് KGMുമായിട്ടുള്ളത്.
ഒരു സംഘടന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KGM. അത് പിന്നെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതൊരു ഒരൊറ്റ മനസ്സോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതൊരവസ്ഥയിലും ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് വളരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാനതിന് KGMൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കടലുണ്ടിയിൽ നിന്നും ആദ്യമായി പ്രവാസ ജീവിതം ആരംഭിച്ച PV അലി, C കുഞ്ഞഹമ്മദ്, PV അബൂബക്കർ, PV അഹമ്മദ് കുട്ടി എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കടലുണ്ടിയിൽ നിന്നും വൈജ്ഞാനിക മേഖലയിൽ ഉന്നത വിജയം നേടിയവരെയും കലാകാരന്മാരെയും ഉപഹാരം നൽകി ആദരിച്ചു. ഷാഫി നെച്ചിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഫിലിപ്പ് മമ്പാട് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഫാമിലി കൗൺസിലിംഗ് സെഷൻ നിയന്ത്രിച്ചു. KGM കോക്കെയർ പദ്ധതി പ്രഖ്യാപനം നജുമുൽ മേലത്ത് നിർവഹിച്ചു. നോർക്ക ബോർഡ് അംഗം ബാദുഷ കടലുണ്ടി, T മുസ്തഫ, റഫീഖ് TK, അഷറഫ് വെള്ളോടത്തിൽ, സാദിഖ് മേലത്ത്, സലീം PA തുടങ്ങിയവർ സംസാരിച്ചു. KGM കോർഡിനേറ്റർ അപ്പുട്ടി, അബ്ദുൽ അസീസ്, സുബൈർ എന്നിവർ കലാ സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകി. KGM കലാകാരന്മാരും സിനിമാ പിന്നണി ഗായകരും നർത്തകിമാരും പങ്കെടുത്ത മ്യൂസിക്കൽ ഈവോടെ പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കവി PK ഗോപി രചിച്ച് വിജയൻ കോവൂർ ഈണം നൽകി അക്ഷര വിശ്വനാഥ് ആലപിച്ച ഗാനത്തിന്റെ ഓഡിയോ റിലീസിംഗ് നടന്നു. PK ഗോപി റിലീസിംഗ് നിർവഹിച്ചു. KS ചിത്രയുടെ 62ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് വാർമുകിൽ ഫൗണ്ടേഷനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചെയർമാൻ AV റഷീദ് അലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കവി PK ഗോപി ഓഡിയോ റിലീസ് ചെയ്തു. പിന്നണി ഗായകൻ PK സുനിൽകുമാർ, ഗായകൻ നയൻ ജേഷ, വിജയൻ കോവൂർ, അക്ഷര വിശ്വനാഥ് തുടങ്ങിയവരും സംസാരിച്ചു. സുനിൽ കക്കോത്ത്, ഷൈനി വിശ്വനാഥ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അക്ഷര, സുനിൽകുമാർ, സുന്ദർ റാം തുടങ്ങിയവർ ആലപിച്ച ചിത്രയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി യുഡമോണിയ എന്ന പേരിൽ സുവനീർ പുറത്തിറക്കി. കവി റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു. കർമ്മപഥത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി മാഗസിൻ പുറത്തിറക്കി. യുഡമോണിയ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകം കവി റഫീഖ് അഹമ്മദ് പ്രകാശനം ചെയ്തു. ചരിത്രം പഠിക്കുന്നത് മുൻകാല പിഴവുകൾ തിരുത്താനും പുതിയ ചരിത്രം രചിക്കാനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ ഇഴുകിച്ചേർന്ന് പഠിക്കുമ്പോഴാണ് മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. റഫീഖ് അഹമ്മദ് രചിച്ച കവിതകൾ ചൊല്ലിയും ചോദ്യങ്ങൾ ചോദിച്ചും വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി സംവദിച്ചു. അതുപോലെ തന്നെ സന്തോഷം പലതരത്തിൽ നേടാൻ കഴിയും. കള്ളു കുടിച്ച സന്തോഷം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ടാവും. ആ സന്തോഷം പലപ്പോഴും നമ്മളിന്ന് പത്രങ്ങളിലേക്ക് കാണുന്നില്ലേ, അക്രമങ്ങളിലേക്ക് പോകുന്നു, ഭ്രാന്തിലേക്ക് പോകുന്നു, സമൂഹത്തിന്റെ തന്നെ വലിയ വിപത്തായിട്ട് മാറും. അപ്പോൾ അതും സന്തോഷം തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സന്തോഷം ഞാൻ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മറ്റൊരു കൂടി ഇപ്പോൾ സാധാരണ പഴയ മഹാന്മാരൊക്കെ പറയാറുണ്ട്, ലോകത്തിൽ 3 തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഉള്ളവർ, ഒരുപാട് സമ്പത്തുള്ളവർ, ഒരുപാട് ധനശക്തിയുള്ള ആളുകൾ, ഉള്ളവരായിട്ടുള്ള ആളുകൾ. PTA പ്രസിഡന്റ് VK റഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ZA അൻവർ ഷമീം ആമുഖ ഭാഷണം നടത്തി. പ്രധാനാധ്യാപിക N വന്ദന, C ജോജി, നാസർ തൈയുള്ളതിൽ, NK ഫിർദൌസ്, AK ഷിംന, PC പ്രകാശൻ, VV അനസ്, K ഹാരിസ്, VM ഖാലിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതുതലമുറയ്ക്ക് ബഹിരാകാശത്തും തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കുമെന്ന് ISRO മുൻ ഡയറക്ടർ EK കുട്ടി. കരിമല AMLP സ്കൂളിൽ സംഘടിപ്പിച്ച ഇൻസ്പയറിംഗ് ടോക്ക് വിത്ത് EK കുട്ടി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമല AMLP സ്കൂളിൽ ഇൻസ്പയറിംഗ് ടോക്ക് വിത്ത് EK കുട്ടി എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ISRO മുൻ ഡയറക്ടർ EK കുട്ടി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പരിചിതമായ ആകാശത്തിനപ്പുറത്തെ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ കൗതുകങ്ങൾ പരിപാടിയിൽ ചർച്ച ചെയ്തു. വീടിന് തൊട്ടടുത്ത പൊതുവിദ്യാലയത്തിൽ നിന്നും ISRO ഡയറക്ടർ എന്ന പദവിയിലേക്ക് എത്തിച്ചേരാനും ശാസ്ത്ര ഗവേഷണ രംഗത്തെ ഊർജ്ജസ്വലമായ മുഖമാകാനും കഴിഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനോടൊപ്പം ചെലവിട്ട ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. വാർഡ് അംഗം കാഞ്ചന രാജൻ പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിച്ചു. ബഹിരാകാശ ഗവേഷണ വിദ്യാർത്ഥി ആദിൽ പ്രജീഷ് ISROയുടെ പ്രവർത്തന മേഖലകളും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും വിശദീകരിച്ചു. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 25 വർഷത്തെ വാർത്താക്കുറിപ്പുകളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് MM അധ്യക്ഷത വഹിച്ചു. ഷാജി K, സദി P, ജസീൽ KP, അസീം അലി അഹമ്മദ്, നിഷ ജാസ്മിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക മൈമൂനത്ത് YME, സർജാസ് K തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ആർട്ടിസ്റ്റ് സനിൽ ദീപിന്റെ പേനയും പെൻസിലും ഉപയോഗിച്ച് 1970 മുതൽ തീർത്ത ചിത്രങ്ങൾ പ്രദർശനത്തിനൊരുങ്ങുന്നു. ഓഗസ്റ്റ് 2 മുതൽ 6 വരെ കോഴിക്കോട് ഗുരുകുലം ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ എനിക്ക് അപൂർവമായ ഒരു കാഴ്ച കാണാനിടയായത്. അതായത് 1970 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിലും അതിനു മുമ്പും പെന്നും പെൻസിലും ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ, മുഖ്യമായിട്ടും അന്നത്തെ സിനിമാ പോസ്റ്ററുകൾ, സിനിമയിലെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ, ഇങ്ങനെ വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ ചിത്രങ്ങൾ കാണാനിടയായി. അദ്ദേഹം ഒരു സോളോ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുകയും ഓഗസ്റ്റ് 2 മുതൽ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ ഈ പ്രദർശനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റ് സനിൽ ദീപ് 1970 മുതൽ വരച്ച ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 ചിത്രങ്ങളുടെ പ്രദർശനം ഗൃഹാതുരത്വം എന്ന പേരിൽ ഓഗസ്റ്റ് 2 മുതൽ 6 വരെ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ നടക്കും. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും ഈ ചിത്ര പ്രദർശനമെന്ന് മാന്ത്രികനായ പ്രദീപ് ഹുഡിനോ പറഞ്ഞു. പ്രദർശനം ഓഗസ്റ്റ് 2 വൈകിട്ട് 4 സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതത്തിലായ KK ഹർഷിന വീണ്ടും സമരരംഗത്ത്. വൈദ്യുതി മേഖലയിൽ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കടലുണ്ടിയിൽ പ്രവാസി കൂട്ടായ്മയായ കടലുണ്ടി ഗ്ലോബൽ മീറ്റ്സ് കുടുംബ സംഗമം നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.